ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ. അമ്മമാരെ പറ്റിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ, അവിടെ ഇരുന്ന് പെറ്റ് പെരുകും. ഒറ്റയ്ക്കോ? ഇപ്പൊ ഒറ്റയ്ക്ക്, പിന്നെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുക, പിന്നെ എന്നെ കുറ്റം പറയാം. ചേട്ടനെ നീ പോയിട്ട് ലാട്ടർ എടുത്തിട്ടൊന്നും. അല്ല, ഞാൻ പറഞ്ഞു ബാൽക്കണിയിലുണ്ട്. ശരി. പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നാ പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ ഇറങ്ങി പോകും. കിളിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. വടിങ്ങന്നെ നീ വേറെ വടിയെടുത്തേ. താഴെ വീണ അപ്പ അടിച്ചോളണം. ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പുറത്തുനിന്നു. ഈ പൊസിഷനിലായിരുന്നല്ലോ കണ്ടത്. എന്നാലും ഇതവിടെ പോയി. ഇത് ഞാനാണോ അടിക്കാനുള്ള ടെൻഷന്റെ പുറത്ത് താഴേക്ക് വന്നാരാന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒന്നോട്ടാ, നീ മൈപ്പിയിൽ കൊണ്ടല്ലടാ തലോടി. ശരി, നീ വയലടിച്ച അവിടെ വിടാനില്ല. അയ്യോ, എന്റെ ഫ്രൂട്ട് സാലഡ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ നശിപ്പിക്കരുത്. വീട്ടിലിടാൻ തന്നെ ഞാൻ. ഇതെന്താണ്? ഇറങ്ങി വേണം പട്ടി കൊല്ലൂട് ഞാൻ. ഞാൻ ആദ്യമായിട്ടോ ഈ കുണ്ടിങ്ങിണ്ട് കേക്ക് മുറിക്കണ കാണുന്നേ. ഹാപ്പി ബർത്ത്ഡേ. എന്നോടാ കളി. നീ തീർന്നടാ, തീർന്ന്. നശിപ്പിച്ചല്ല. എത്ര കഷ്ടപ്പെട്ട് കൈ കിട്ടിയതാ.
ഇനി എങ്ങനെയാണ്? പാവിയേട്ടാ നിങ്ങൾ പൊളിച്ച് ഇതൊക്കെ അത്ര അയ്യോ നമ്മുടെ കിച്ചൺ മൊത്തം കളർഫുൾ ആക്കിയിട്ടാ. സി റിസ്ക് എടുത്തതിന്റെ സക്സസ് കണ്ടില്ലേ? ഇനി ഗസ്റ്റുകൾ വന്നോട്ടെ. പിന്നെ എന്റെ 3 മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ തരും. അതും ഗഡുക്കളായി 5 8 10 തവണയൊക്കെ ആയിട്ട്. ബട്ട് അസോസിയേഷൻ കംപ്ലൈന്റ് ചെയ്യരുത്. ഓക്കെ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മരപ്പെട്ടി പോയി മക്കളെ. Come on, let's celebrate the success. പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് സമ്മതിച്ചു. എന്നാലും സ്പെയർ കീ ഇവിടെ വെച്ചോ? ജാനകല്ലേ ഇത്? ഇവനേതാണ് ഇവൻ? അടുത്ത വെൻസ്ഡേ പാർട്ടിക്ക് നീ ഉണ്ടോ? കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഓവറായിരുന്നു. അടിച്ചോറാക്കിയ നീ മൊത്തത്തിൽ കുഴപ്പമില്ല. എന്തായിരുന്നു കുഴപ്പിച്ചത് നീ എന്റെ തന്നെയാ, ഭാഗത്തൊരു ഒന്നും കുഴപ്പം. പറയണ്ട. എന്നാ ഇപ്പൊ തുടങ്ങിയാലോ? സുഖമായിരിക്കുന്നില്ല. ആ ഫോർസിയിൽ ജാനകി അന്വേഷിക്കണ്ടായിരുന്നു. അങ്ങോട്ട് വെച്ചല്ലേ? എന്തിനാ? അവിടെ ഫുഡ് എന്തോ ഉണ്ടാക്കാനെന്ന് തോന്നുന്നു. അതിന് സമയമായില്ലല്ലോ. അവർക്ക് വിശക്കുണ്ടാവുന്ന വേഗം ചെന്ന് ചെയ്ത് കൊടുക്ക്. വേഗം ചെല്ലു 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 ചെല്ലേ. കുഴപ്പമില്ല. ശരി. അയ്യോ ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണ്ടേ? അത് ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ? ആരെങ്കിലും വീണ? പക്ഷെ ഇപ്പൊ ഇവിടെ ആരും വീണിട്ടില്ല കേട്ടോ. ഇതെന്താ ചാടുമ്പോ മണി ശബ്ദം? ഓ ഇതാണോ? ഞാൻ വിചാരിച്ച് വീണിപ്പെല്ലാം തകർന്നു. ഈ ശബ്ദം എനിക്ക് ഇഷ്ടല്ല. ആ കെട്ടിയിരുന്നു. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഞാൻ പ്രത്യേകം പറയണോ? എന്റെ അധികാര പരിധിയിൽ അനാശാസ്യം ഞാൻ അനുവദിക്കില്ല. എന്താണ് തുറക്കാനത്തെ താമസം? വൃത്തികെട്ടവനെ. Yes! No! You scoundrel! This is not the place. നിന്നെ കളിക്കാൻ പറ്റിയ സ്ഥലമല്ല. പട്ടി! അബേ! ഡോർ തുറന്നു. തീർന്നടാ, തീർന്നു. ഇനി ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കില്ല. താൻ ഉപയോഗിക്കരുത്. ആകാശവാണി കൊച്ചി നിലയം. ഉഷ മാഡം, കണ്ടതും കേട്ടതും ഒരു മിനിറ്റ്. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള മലയാളിയുടെ ഒളിഞ്ഞു നോട്ടം. ചർച്ച നയിക്കുന്നത് GT നന്ദകുമാർ. സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാനം അടിച്ചമർത്തപ്പെട്ട സഫലമാകാത്ത തീവ്രമായ ആഗ്രഹങ്ങളുടെ പുറത്തുചാടലാണ്. എന്താണ് പ്രൊഫസർ രാധാമണിക്ക് പറയാൻ? മനുഷ്യ മനസ്സിന്റെ ആകുലതകൾ പലപ്പോഴും പലതാണ്. അന്യരുടെ രഹസ്യങ്ങൾ അറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഒരു മനോരോഗമാണ്. ചികിത്സ വേണ്ട മനോരോഗം. ചികിത്സിക്കാൻ എനിക്ക് സൗകര്യമില്ല. പാലൊരു 20 എണ്ണം കൂടുതൽ വെച്ചു. തൈര് വേണ്ട. ഇല്ല മെയിൻ്റെനൻസ് ചാർജ് ആണ് 3 മാസത്തെ പെൻഡിങ് ഉള്ളത്.
ഞാൻ നോക്കിട്ടോളാം. ശ്രുതി ആ ഇന്നലത്തെ റിട്ടേൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്കണേ. ആ സാറേ ഗുഡ് മോർണിംഗ്. സാറിന്റെ താക്കോല്. ഗുഡ് മോർണിംഗ് സർ. ആ കളക്ടറും എത്തിയല്ലോ. കിഴക്കമ്പലത്തുള്ള മാത്തച്ചേട്ടന് കൃത്യസമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് നിനക്കെന്താ എത്താൻ പറ്റാത്തത്? പേട്ടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പേട്ടയും പാട്ടയും ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ട് നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? മെല്ലെ പോയാ മതി, കാലത്ത് തന്നെ തുടങ്ങിക്കോളൂ ഒരു കെയർ ടേക്കർ സാർ. ഞാഞ്ഞൂളിനും പത്തിയ. ആഹാ. അതെ, സ്റ്റോക്ക് മുഴുവൻ ചെക്ക് ചെയ്ത് വൈകുന്നേരം ഞാൻ എത്തുമ്പോഴേക്കും എല്ലാ കണക്കും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വളരെ കച്ചറയാണ്. ഇവിടെ ഇറക്കി വിട്ടോ? അയ്യോ. നശിപ്പിച്ചോളൂ. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉഷ മാഡത്തിനോട് പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരത്ത് ഊഹിച്ചതാവാം. ബാക്കി എന്ത്? എന്തൊക്കെയോ ഈ ആണും പെണ്ണും തമ്മിലെ പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടക്കാൻ പറ്റും. ആണല്ലേ? പിന്നെ ഒരാൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പെൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനായി പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ ഒരു ജെൻഡർ ഈഗോ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കൂട്ടുകാരി ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, കുറച്ചുകൂടി ഒന്ന് ബ്രോഡായി ചിന്തിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. മോശമായിപ്പോയി. കുറച്ച് മോശമായി പോയി. മനസ്സിലായല്ലോ അല്ലേ? ആ, നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാനല്ല തലയിട്ടത്, നിങ്ങളാ. ആ, ഞാൻ തലയിടും, എല്ലാത്തിലും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. മുരിങ്ങക്കോലെടുത്ത് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താ പവിയേട്ടാ? എന്താണ് പവിയേട്ടാ? എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ, യൂദാസി. യെസ് കം ഇൻ. വാതിൽ തുറന്നിട്ടിരിക്കുക. ആരെ തട്ടണത്? വാതിലടച്ചിട്ടാരാ? ഏയ്, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേ? വാലോർക്ക്. ഹലോ, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേന്ന്? വാതിൽ തുറക്കാൻ ബ്രോ. അയ്യോ, റിപ്പറോ, എന്നെ കൊല്ലരുത്. അത് ശരി, ആളെ കൊണ്ടൊന്നിക്കാണ് എന്നെ കൊല്ലിക്കാൻ. ബഹളം വെക്കലടാ, ഇവനെ കൊണ്ട് ആ ലോക്കൊന്ന് മാറ്റിച്ചതാ. ഇതെന്തിനാ ലോക്കൊക്കെ മാറ്റിയത്? ആ, നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിന്? ഇന്ന് പുതിയ ആള് വരും. പുതിയ ആളാ? ആന്റണി, ആ ബാത്റൂമിന്റെ കഥ കൂടി ഒന്ന് നോക്കിയാല്. ആ പിന്നെ നീ ജോലിക്ക് പോകുമ്പോ ആ പട്ടിയെ കൂട്ടി കെട്ടിയിട്ടേക്കണം. വേറെ ആളുള്ളതാ. ദാ. അല്ല, ഉള്ളവർക്ക് മുഴുവൻ പോയി. കഴിഞ്ഞ വർഷം പറവൂരില് ഒരു വീടിന്റെ മേളിലെ പുതുതായി താമസിക്കാൻ വന്ന ഒരു യുവാവ് വീട്ടുടമസ്ഥയും ധനികയുമായ വൃദ്ധയെ കല്ലുകൊണ്ട് തലക്കിടിച്ചും തോർത്തുകൊണ്ട് കഴുത്ത് ഞെരുക്കിയും മുഖം ഭിത്തിയിലിടിച്ചും മരിച്ചു കിടക്കണ അവർക്ക് പോലും കണ്ടാ മനസ്സിലാവാത്ത വിധത്തില് വികൃതമാക്കി കൊന്നു കളഞ്ഞു. അറിഞ്ഞായിരുന്നോ? 2 മാസം മുൻപ് മൂവാറ്റുപുഴയില് 8 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന വാടക കൂട്ടിക്കൊടുക്കാത്ത ഒരുത്തൻ വീട്ടുടമസ്ഥയെ ഇതിലും ഭീകരമായിട്ട് കൊന്നു. വായിച്ചാർന്നോ? സഖി കെട്ടട്ടായിരിക്കും. എന്താന്ന്? ഏയ്, ഞാൻ പറയാനുള്ള പറഞ്ഞെന്നുള്ളൂ. വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. എന്റെ മുറിയിലിരുന്ന് ജനലിലൂടെ തുപ്പരുത്.
എന്റെ പാത്രങ്ങൾ തൊട്ടുപോകരുത്. പട്ടി ചന്തിക്ക് കടിക്കും, അതവന്റെ വീക്ക്നെസ് ആണ്. കടി കിട്ടിയിട്ട് പരാതിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. എന്റെ കട്ടിൽ ഉപയോഗിക്കരുത്. എന്റെ സോപ്പിലോ പേസ്റ്റിലോ തൊടരുത്. കുളിമുറി കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. എന്റെ മുറിയിൽ പുകവലി പാടില്ല. പരമാവധി ക്ലോസറ്റിനോട് ചേർന്ന് നിന്നും മൂത്രമൊഴിക്കുക. മൂത്രമൊഴിപ്പിക്കുക, തെറിപ്പിക്കരുത്. എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. പെട്ടുമോനെ. ഇനി എന്താ ചെയ്യുക ഇതിലും വൃത്തിയാടാക്കാൻ? To find love, you have to first look for it. എന്ന് വെച്ചാൽ അതിലേതിലേക്ക് അന്വേഷിച്ച് എനിക്കൊരു പ്രണയം കിട്ടുവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് എന്നിട്ട് കുറച്ച് പ്രണയം തരുവോ എന്ന് ചോദിക്കണമെന്നല്ല. ചിലപ്പോഴൊക്കെ എടാ, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചാര വർത്താനും പാട്ടൊക്കെ നിന്റെ റൂമിൽ പോയത് കേട്ടോളന്ന്. ഒരു ഇലക്ട്രീഷ്യൻ നടക്കണു. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. എടാ, അപ്ഡേറ്റ് എത്തണ്ടി. ഒരാവശ്യത്തിന് ടെസ്റ്റർ വേണമെങ്കിൽ നീ എന്റെ മെഷീനും തപ്പൂലോ. നീ ആദ്യം അപ്ഡേറ്റ് ചെയ്യടാ. എന്നെ പൊന്നി ചേട്ടാ, കറണ്ടുണ്ടോ നോക്കാം. എനിക്ക് ചേട്ടന്റെ ടെസ്റ്റ് ഒന്നും വേണ്ട, എന്റെ ഈ ചെറുപറല് മതി. ഇന്ന് ഇവന്റെ ആരാണ് എന്റെ ഇടയില്? ഹലോ. ആ, എന്താ മുണ്ടൂര്? എത്ര കിലോ വേണം? എന്താണ് ഇടിയും മഴയും പ്രളയവും പേമാരിയും വന്ന് ഈ ലോകം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴോ ഒരു ഫോൺ. ഹലോ. ഈ മുണ്ടൂരുമേ, ഇവിടെ ഇടിയും മഴയൊന്നും ഇല്ലാട്ടോ. ഞാൻ വേറെ ആളായിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടാ. ഓ, മുണ്ടൂര്. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഏതലവലാതെയാണ് അവിടെ കയറി താമസിക്കുന്നത്. എന്താടാ വന്നോടാ, നിന്റെ വായിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്. തൊട്ടുപോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പ് കഴിക്കാലോ. എന്റെ നിലവാരം ഇതിന് അനുവദിക്കുന്നില്ലല്ലോ. ആഹാ, നിന്റെ സോപ്പ് ഞാൻ കാണിച്ചു തരാടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്കിയ ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്. ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ. ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. നീ പോകരുതോ. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ. നീ പോട്ടാ, എന്റെ ചന്തി അടിച്ചു. എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല. തുമ്മിച്ചാവടാ. ഹായ്, പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ?
നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആഹാരം അയക്കാനുള്ള കത്തൊക്കെ. മോടെ പേരെന്തുവാ? ജീന. അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കൊച്ചെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കേട്ടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു, എനിക്കെന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനത് എടുത്താലോ? ഞാൻ 10-12 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊന്നു കൊച്ചെ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാലം കേട്ടോ കാലം. അത് ഞാൻ ചെയ്യില്ല. വേണം പുറത്തുനിന്ന് ആലോചിച്ച് ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവും ഒരു മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? ആ, അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. എന്നാ പിന്നെ അത് അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്ന് അങ്ങനെ സാർ, എന്താണ് സാർ? താനാണോ പവിത്രൻ? പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞാലോ? ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല, താൻ കയറ്. അല്ല, ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? നീയാണോ ക്ലൗണിലെ കെയർടേക്കർ? കെയർടേക്കർ മാത്രമല്ല, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി സെക്യൂരിറ്റിയും കൂടി. അതിനാ നിനക്ക് വീടും കൂടിയൊന്നുമില്ലേ? അല്ല സാറേ, അത് അസോസിയേഷന്റെ തീരുമാനം. പിന്നെ എനിക്ക് മുന്നേ നിന്ന് സെക്യൂരിറ്റി അവന് ചെറുപ്പത്തിൽ നിന്റെ പെർഫോമൻസ് ആണ് നല്ല വിളിപ്പിച്ചത്. ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ? അല്ലടാ, ഏയ് ഞാനിവരെ അവിടെ വന്നിട്ട് പോണു. അവിടെ 7C എവിടെ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷനാന്നോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ. തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ 7C ഫ്ലൈറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ? സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരിയല്ലേ, കണ്ണുപിടിക്കല്ലേ. മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ നിങ്ങൾക്കൂല്ലേ അമ്മയമ്മമാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നവരെ ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീ അല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് എന്തൊക്കെ ഞാനകട്ടിലാണത്. ഞാനിങ്ങനെ ഇവിടെ വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുടി. അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. എന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. എന്താ? അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ? ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ?
ഹൂ.